വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമുക്ക് ഇന്ന് കഴിഞ്ഞ 5ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഉത്തരങ്ങൾ നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങളും ഈ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. പോസ്റ്റർ എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ എങ്ങനെ എഴുതണ്ടേ എന്നുള്ള ട്രിക്കുകളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു. അതേപോലെ തന്നെ ഏക് ദോ തീൻ 1 2 3 ഹിന്ദിയിൽ ഉറപ്പായും പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു. ആ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയ അതേ ചോദ്യങ്ങൾ തന്നെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം. ഗതിവിധി ഏക്, ഒന്നാമത്തെ ചോദ്യം. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിലുള്ള കാര്യങ്ങൾ വായിച്ച് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബോക്സിൽ തന്നെ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരവുണ്ട്. നമുക്ക് നോക്കാം. പേട് പർ ഏക് ഗിൽഹരി രഹത്തി തി, മരത്തിൽ ഒരു അണ്ണാൻ ഉണ്ടായിരുന്നു. ഉസ്നെ ഏക് ദിൻ ഏക് ബന്ദർ കോ ദേക്ക, അവൻ ഒരു ദിവസം ഒരു കുരങ്ങനെ കണ്ടു. ബന്ദർ പേട് കെ നീച്ചെ ബോൾ സെ ഖേൽ രഹാ ത, കുരങ്ങൻ മരത്തിനു താഴെ പന്ത് കൊണ്ട് കളിക്കുകയായിരുന്നു. ഗിൽഹരി ബി ഉസ്കെ സാത്ത് ഖേൽനെ ലഗി, അണ്ണാനും അവൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. ദോനോ ഖേൽത്തെ ഖേൽത്തെ താലാബ് കെ പാസ് പഹുഞ്ചെ, രണ്ടുപേരും കളിച്ച് പന്ത് കുളത്തിൽ വീണു. ദോനോം ഉദാസ് ഹോ ഗയെ, രണ്ടുപേരും വളരെയധികം ദുഃഖത്തിലായി. ചോദ്യം: പേട് പർ കോൻ രഹത്തി തി, മരത്തിൽ ആരാണ് താമസിച്ചിരുന്നത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഉത്തരം നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഗിൽഹരി, ഉത്തരം ഗിൽഹരി. രണ്ടാമത്തെ, ഏക് ദിൻ ഗിൽഹരീനെ കിസ്കോ ദേക്ക, ഒരു ദിവസം ഗിൽഹരി ആരെയാണ് കണ്ടത്? ഉത്തരം ബന്ദർ. അടുത്ത ചോദ്യം: ബന്ദർ കിസ്സെ ഖേൽ രഹാ ത, കുരങ്ങൻ എന്തുകൊണ്ടാണ് കളിച്ചത്? ഉത്തരം ബോൽസെ. അടുത്ത ചോദ്യം: സഹി പ്രസ്താവ് ചുൻക ലിഖെ, ശരിയായത് ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ്. ഒന്നാമത്തത് ഗിൽഹരി ഔർ ബന്ദർ താലാബ് കെ പാസ് പഹുഞ്ചെ, അണ്ണാനും കുരങ്ങനും കുളത്തിൻ്റെ അടുത്തെത്തി. രണ്ടാമത്തത് ഗിൽഹരി ഔർ ബന്ദർ സടക്ക് കെ പാസ് പഹുഞ്ചെ, രണ്ടുപേരും റോഡിൻ്റെ അടുത്തെത്തി. ഗിൽഹരി ഔർ ബന്ദർ ബഗീച്ച കെ പാസ് പഹുഞ്ചെ, രണ്ടുപേരും പൂന്തോട്ടത്തിൻ്റെ അടുത്തെത്തി. അടുത്തത് ഗിൽഹരി ഔർ ബന്ദർ ഘർ കെ പാസ് പഹുഞ്ചെ, രണ്ടുപേരും വീടിൻ്റെ അടുത്തെത്തി. ഉത്തരം ഒന്നാമത്തതാണ്, ഗിൽഹരി ഔർ ബന്ദർ താലാബ് കെ പാസ് പഹുഞ്ചെ. അടുത്ത ചോദ്യം: ബോൾ കഹാം ഗിരി, പന്ത് എവിടെയാണ് വീണത്? ഓപ്ഷൻസ്: നദിമേം, നദിയിൽ. താലാബുമേം, കുളത്തിൽ. സാഗർമേം, കടലിൽ. ടോക്കരിമേം, കുട്ടയിൽ. ഉത്തരം താലാബുമേം. ഗതിവിധി ദോ, രണ്ടാമത്തത്. പേട് കാ ജാദു പാഠഭാഗ കാ യഹ് അംശ് പഠേ ഔർ പ്രശ്നോं के उत्तर लिखे, പേട് കാ ജാദു എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. നോക്കാം. പേട് പർ ദേഖോ, മരത്തിൽ നോക്കൂ. ചിടിയാം ബൈട്ടി ഹൈൻ, പക്ഷികൾ ഇരിക്കുന്നു. ചിടിയോങ്കോ മേനെ നഹി പാല, പക്ഷികളെ ഞാൻ പരിപാലിക്കുന്നില്ല. പേട് കെ ഹോനെ സെ വേ ആ ഗയി, മരമുള്ളത് കൊണ്ടാണ് അവർ വരുന്നത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം: പേട് കെ ഹോനെ സെ വേ ആ ഗയി, കോൻ ആ ഗയി, മരം ഉള്ളത് കൊണ്ട് അവർ വന്നു. ആരാണ് വന്നത്? ഓപ്ഷൻസ്: ചിടിയാം, പക്ഷികൾ. മച്ചലിയാം, മീനുകൾ. തിത്തലിയാം, പൂമ്പാറ്റകൾ. പില്ലിയാം, പൂച്ചകൾ. ഉത്തരം ചിടിയാം. ഇതിലെ രണ്ടാമത്തെ ചോദ്യം: പേട് ലഗായെ ഹരിയാലി ഫൈലായെ സന്ദേശ് ജോഡ്കർ പ്രകൃതി സംരക്ഷൺ പർ ഏക് പോസ്റ്റർ തയ്യാർ കരെ, മരം നടു പച്ചപ്പ് വ്യാപിപ്പിക്കൂ എന്ന സന്ദേശം ചേർത്തുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഉറപ്പായും വരുമെന്ന് പറഞ്ഞൊരു ചോദ്യമാണിത്. പരീക്ഷയ്ക്ക് ഇത് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേട് ലഗായെ ഹരിയാലി ഫൈലായെ എന്ന സന്ദേശവാക്യം എഴുതുക. അതിനുശേഷം മരത്തെക്കുറിച്ചായതുകൊണ്ട് ഒരു മരത്തിൻ്റെ ചിത്രമൊക്കെ വരച്ചാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് ഗതിവിധി തീൻ, മൂന്നാമത്തത്. ചിത്രം നോക്കി ഓരോന്നും എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതാനാണ്. ഇതും ഉറപ്പായും പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ ചോദ്യമാണ്. അത് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ 9 പൂക്കളാണുള്ളത്, അതുകൊണ്ട് ഇവിടെ നൗ എന്ന് എഴുതണം. രണ്ടാമത്തെ ചിത്രത്തിൽ 6 മരങ്ങളാണുള്ളത്, അതുകൊണ്ട് ഇവിടെ ചെഹ് എന്ന് എഴുതുക. മൂന്നാമത്തതിൽ 7 മാങ്ങകളാണുള്ളത്, അതുകൊണ്ട് സാത്ത് എന്ന് എഴുതുക. നാലാമത്തെ ചിത്രത്തിൽ 2 എണ്ണമാണുള്ളത്, അതുകൊണ്ട് ദോ എന്ന് എഴുതുക. അഞ്ചാമത്തെ ചിത്രത്തിൽ 1 എണ്ണം, അതുകൊണ്ട് ഏക്ക് എന്ന് എഴുതുക. ഗതിവിധി 4, നാലാമത്തെ ഗതിവിധി. വർഷ ആയി എന്ന കവിതയുടെ വരികളാണ് കൊടുത്തിട്ടുള്ളത്.
ഒന്നാമത്തെ ചോദ്യം, കവിതാസെ തുക്കാന്ത് ശബ്ദ് വാലി ദോ പങ്ക്തിയാം ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് തുക്കാന്ത് ശബ്ദം വരുന്ന, അവസാനം ഒരേപോലെ വരുന്ന വരികൾ ഏതൊക്കെയാണ് അത് എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ ഈ ചോദ്യവും ഉറപ്പായും വരുമെന്ന് പറഞ്ഞതാണ്. അതേ ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സഹി മിലാൻ കരയാണ്, ചേരുംപടി ചേർക്കാൻ. സിമ്പിളാണ് ഈ ചോദ്യങ്ങളെല്ലാം. ഈ കവിതയിൽ തന്നെ നോക്കിയിട്ട് ചേരുംപടി ചേർക്കുക. ആദ്യ ഭാഗവും അവസാന ഭാഗവുമാണ് കൊടുത്തിരിക്കുന്നത്, അത് തമ്മിലാണ് ചേരുംപടി ചേർക്കേണ്ടത്. അടുത്തത് ഗതിവിധി 5, അഞ്ചാമത്തെ ഗതിവിധി. ഹവ ഔർ ധൂൽ എന്ന കവിതയുടെ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം, കോൻ ദപ്പ് സെ നീച്ചയായി, ആരാണ് പെട്ടെന്ന് താഴേക്ക് വന്നത്? എങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം? കോൻ ദപ്പ് സെ നീച്ചെ ആയി എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദപ്പ് സെ നീച്ചെ ആയി എന്ന് എവിടെയാണ് കവിതയിൽ വരുന്നത്? ആ വരി എഴുതി വെക്കുക. ഉത്തരം അറിയുന്നവർ ധൂൽ എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ആ വരി മാത്രം എഴുതിയാൽ മതി. ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഈ താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന വരികൾ ഏതാണെന്ന് എഴുതാനാണ്. അതിലെ ഒന്നാമത്തത്, ധൂൽ ആങ്കെ ബന്ധക്കർ ആകെ പീച്ചെ ഔർ ദായേം ബായേം ഗോജത്തി രഹി. പൊടി കണ്ണടച്ച് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ അന്വേഷിക്കും. ഇത് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ട്രിക്കുണ്ട്. ഈ തന്നിരിക്കുന്ന വരികളിലുള്ള അതേ വാക്കുകൾ കവിതയിൽ എവിടെയായിരിക്കും വരുന്നത്? ആ വരികളാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത്. ഇതിൻ്റെ ഉത്തരം ആദ്യത്തെ 2 വരിയാണ്. ധൂൽ ഗോജത്തി ആങ്കെ മീച്ചെ ദായേം ബായേം ആകെ പീച്ചെ. ഇനി ഇതിലെ രണ്ടാമത്തത്, ഹവ സാസേം ഗീഞ്ചുകർ ധൂലിക്കെ നീച്ചെ ചൽ രഹി തി. ഇതേ വാക്കുകൾ വരുന്ന എവിടെയാണെന്ന് നോക്കിക്കേ, മൂന്നാമത്തെയും നാലാമത്തെയും വരിയിലാണ്. അതുകൊണ്ട് ആ 2 വരികളാണ് അതിൻ്റെ ഉത്തരമായി വരിക. അടുത്തത് ആറാമത്തെ ഗതിവിധിയാണ്. ചിത്രം നോക്കി താഴെ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും, കാരണം അവിടെ വാവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് താഴെ അത് എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. വാവ് എന്ന് താഴെ ഒരു പോയിന്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഉത്തരമായി വരിക. ഓരോ ചിത്രത്തിൻ്റെയും നമ്പറുകൾ ഈ താഴെ തന്നിരിക്കുന്ന വാക്യങ്ങളിൽ കൊടുത്തേക്കാം. അതാണ് അതിൻ്റെ ഉത്തരം. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരണേ.